and welcome back to our channel. ഇന്നത്തെ വീഡിയോ ഒരു DIY ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 3 സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള കീ ചെയിൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. ഐഷ എന്ന് പറഞ്ഞൊരു മോള് ഇതുപോലെ പോംപോംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കീ ചെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഒന്നല്ല 3 കീ ചെയിൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഈ 2 കളർ യാണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോംപോംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇതുപോലെ ഇങ്ങനെ നൂലിങ്ങനെ പൊങ്ങി വരുന്നൊരു ടൈപ്പ് യാനാണ് കേട്ടോ. ഇനി വേറൊരു ടൈപ്പുള്ള 2 കളറുള്ള യാനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ടാസൽസ് റെഡിയാക്കി എടുക്കാം. ഇനി പോംപോം റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് കാർഡ്ബോർഡിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമുക്ക് ആദ്യം കാണിച്ച യാനുണ്ടല്ലോ, അതിൽ റെഡ് കളർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മളിത് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല ടൈറ്റായിട്ട് ഇത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിൻ്റെ ചുറ്റും ഇതുപോലെ സിസറ് ഉള്ളിൽ കൂടി പാസ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ത്രെഡ് 2 ഫോൾഡിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സിസർ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. ഇത് നമുക്ക് സിസർ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ തിരിച്ചു കൊടുത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിലേക്ക് ആക്കിയെടുക്കാം. ഇത് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കിയെടുത്താൽ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോംബ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോംബ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ യാനിൻ്റെ ഇടയ്ക്കുള്ള സ്ട്രാൻഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഓപ്പണായിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ കോംബ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോളായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ടാസൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. സെയിം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. കുറച്ച് ലെങ്ത്തിൽ വേണം ത്രെഡ് ചുറ്റിയെടുക്കാനായിട്ട്. ഇതിനായിട്ട് ഞാൻ രണ്ടാമത് കാണിച്ച യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് ചുറ്റിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് സെയിം ത്രെഡ് തന്നെ ഇതിനുള്ളിൽ കൂടി പാസ് ചെയ്തെടുത്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി കാർഡ്ബോർഡിൻ്റെ പീസിൽ നിന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് വീണ്ടും ചെറിയൊരു പീസ് വുലൻ ത്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒരു കെട്ടും കൂടെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈക്വലായിട്ട് പിടിച്ചിട്ട് 2-3 തവണ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എൻഡ് ഒന്ന് ഈക്വലാക്കി എടുക്കാം. അതിനായിട്ട് സിസർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഈക്വലായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ടാസൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള കീ ചെയിൻ്റെ ഒക്കെ റിങ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി കുറച്ച് വലിയ ടൈപ്പ് സൂചി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടാസലിലെ ത്രെഡ് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 3 പോംപോം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് ഓർഡറിൽ ഈ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വുഡൻ ബീഡാണ്. നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഴയ ഡ്രസ്സിൻ്റെ മേലെ വരുന്ന ഡിസൈൻ ചെയ്തിട്ടുള്ള ബീഡ്സോ അല്ലെങ്കിൽ മാലയുടെയൊക്കെ ബീഡ്സ് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബീഡ്സ് ആദ്യം ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് അതിനുശേഷം ആ ത്രെഡ് ഈ റിങ്ങിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. സെയിം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു ടാസലാണിത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ 2 വുഡൻ റിങ് ആണ്. ഇത് എൻ്റെ പഴയൊരു ചപ്പലിൻ്റെ മേലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിരുന്നു. അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്
ഈ ടാസലിൻ്റെ കൂടെ ചേർത്തൊന്ന് ഇതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇനി വീണ്ടും ഇതുപോലെ ഒരു പീസ് ത്രെഡ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഇതൊന്ന് ഈ രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 2 ബീഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് പാസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കീ ചെയിൻ്റെ റിങ്ങിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റിങ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ട് ഈ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കീ ചെയിനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി മൂന്നാമത്തെ കീ ചെയിനായിട്ട് ഇതുപോലെ 3 ടാസൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് മേലെ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാണ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത ടാസൽ പോലെയല്ല, ഇതിന് ലെങ്ത്ത് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള 3 ടാസൽ 2 ഓറഞ്ചും 1 ബ്ലൂ കളറും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു സൂചിയിൽ കുറച്ച് ലെങ്ത്തിൽ ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ യാൺ കോർത്തെടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ഓറഞ്ച്, പിന്നെ ബ്ലൂ, പിന്നെ ഓറഞ്ച്, ഇതുപോലെ 3 സ്റ്റെപ്പായിട്ട് ഈ ടാസിൽ ഞാൻ കോർത്തെടുക്കുന്നുണ്ട്. 3 ലെയറായിട്ടുള്ള കീ ചെയിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഓർഡറിലാണ് ഞാൻ കോർത്തെടുത്തേക്കുന്നത്. ഇനി ഞാനിവിടെ നേരത്തെ കാണിച്ച സെയിം വുഡൻ റിങ് തന്നെ ഇതിൻ്റെ കൂടെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് നോട്ടിട്ട് കൊടുത്തതിന് ശേഷം സൂചി ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ പാസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പിങ്ക് കളർ ബീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഈ ബീഡ് നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതിനുശേഷം വീണ്ടും സൂചി യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഈ ത്രെഡിൻ്റെ എൻഡ് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റിങ്ങിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കാരണം ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നോട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് റിങ്ങിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നീഡിലിൻ്റെ ആവശ്യമില്ല, നീഡിൽ കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് ഈ ത്രെഡ് നമ്മൾ ഈ റിങ്ങിൻ്റെ കൂടെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കീ ചെയിനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 3 ലെയറുള്ള ടാസൽ കീ ചെയിനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന 3 ടൈപ്പ് കീ ചെയിനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇതിനായിട്ട് ഞാൻ ബീഡ്സ് ഒന്നും തന്നെ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സിൻ്റെയും അതുപോലെ മാലയുടെ ഒക്കെ ബീഡ്സാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. കളറ് പോയ ബീഡ്സ് ആയാലും നമുക്ക് നെയിൽ പോളിഷോ അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റോ യൂസ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള കളറിൽ അത് പെയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.